യൂണിക് ട്രേഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുന്നേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ FII DII കുറിച്ചാണ്. FII എന്ന് വെച്ചാൽ എന്താ? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. DII ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. FII DII മാർക്കറ്റിൽ എവിടെയാണ് അവരുടെ എൻട്രി, അതുപോലെ തന്നെ അവരുടെ എക്സിറ്റ് എവിടെയാണ്? FII DII മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ തിങ്കിങ് ഏത് രീതിയിലാണ് അവർ ട്രേഡ് എടുക്കുന്നത്, അതേ സെയിം രീതിയിൽ നമുക്കെങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും. ആക്ച്വലി FII DII മാർക്കറ്റിൽ എന്താ ചെയ്യുന്നത്? നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് ഫസ്റ്റ് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അവർ എൻട്രി എടുക്കുന്നത്. അതായത് ഒന്നുകിൽ നമ്മളുടെ SL ഹിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് മൂവ്മെൻറ്റ് കാണിച്ചിട്ട് അവർ ടോപ്പിൽ നിന്നും സെൽ ചെയ്യുന്നു. ഇത് നിഫ്റ്റി 50 12 സെപ്റ്റംബർ 2024 15 മിനിറ്റ് ടൈം ഫ്രെയിമിലെ ചാർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അന്നെന്തായിരുന്നു? നിഫ്റ്റി 50യുടെ എക്സ്പയറി ഡേ ആയിരുന്നു. ഈ ചാർട്ടിലൂടെ നിങ്ങൾക്ക് FII അതുപോലെ തന്നെ DIയുടെ ഗെയിം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് തന്നെ അന്നത്തെ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ നമുക്കിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം. കണ്ടില്ലേ? 25,070. അതായത് ഏകദേശം കഴിഞ്ഞ രണ്ട് മാർക്കറ്റിൻ്റെ, അതായത് 10-ാം തീയതി അതുപോലെ തന്നെ 11-ാം തീയതിയിലത്തെ റെസിസ്റ്റൻ്റ് ലെവലിന് അടുത്താണ് ഏകദേശം ഇതിൻ്റെ ഹൈ. ഓക്കെ. അതുപോലെ തന്നെ ഈ മാർക്കറ്റിൻ്റെ നമുക്ക് ലോ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഹൈക്ക് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം, ലോ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലോയും അതുപോലെ തന്നെ 10-ാം തീയതി 11-ാം തീയതിയുടെ സപ്പോർട്ട് ലെവലിനടുത്താണ് ഏകദേശം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 9-ാം തീയതിയിലെയും സപ്പോർട്ടിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. 9-ാം തീയതി മാർക്കറ്റ് ഓപ്പണായി, കണ്ടല്ലേ? സപ്പോർട്ടിൻ്റെ അടുത്താണ് ഇതിൻ്റെ ലോ വന്നിരിക്കുന്നത്. പന്ത്രണ്ടാം തീയതി മാർക്കറ്റ് സംഭവിച്ചതെന്താ? മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം എന്താണ്? മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒരു റേഞ്ചിലാണ് മാർക്കറ്റ്. ഇത് കണ്ടില്ലേ? ഇതുപോലെ ഒരു റേഞ്ചിൽ അപ്പ് സൈഡ് മൂവ്മെൻ്റ് ഉണ്ടോ? ഇല്ല. ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ഉണ്ടോ? അതുമില്ല. അന്ന് ട്രേഡ് എടുത്ത റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാം പറ്റിയതെന്താ? മൂവ്മെൻ്റ് ഇല്ലാത്ത കാരണം എക്സിറ്റായി പോകേണ്ടിയാണ് വന്നത്. അതുപോലെ തന്നെ അന്ന് എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് പ്രീമിയം ഡി കെ അത് കോൾ സൈഡ് ആയാലും പുട്ട് സൈഡ് ആയാലും രണ്ട് സൈഡിലും പ്രീമിയം ഡി കെ പൂർണ്ണമായിട്ടും പ്രീമിയം ഡി കെ ആണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ SL ഹിറ്റായി, അതുപോലെ തന്നെ എക്സിറ്റായി പോകേണ്ടി വന്നു റീറ്റെയിൽ ട്രേഡേഴ്സിന് മൊത്തം. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം പേഴ്സണലി എന്താണ് തോന്നിയത്? എനിക്ക് പേഴ്സണലി മാർക്കറ്റ് ഓപ്പൺ ആയപ്പോഴേ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ് തരുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയത്തില്ല, മാർക്കറ്റ് സൈഡ് വേസിലായിരുന്നു അന്ന്. രാവിലെ മുതൽ, അതായത് 1 മണി വരെ, രാവിലെ മുതൽ 1 മണി വരെ സൈഡ് വേസിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഇതിൽ ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു മാറ്റർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻട്രസ്റ്റിംഗ് മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ 11:15 ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുന്നു. ഈ റെഡ് ക്യാൻഡിൽ ഫോമായി പ്രൈസ് താഴോട്ട് പോകുന്നു. താഴോട്ട് പോയിട്ട് താഴെ വന്നിട്ട് കഴിഞ്ഞ 2 ദിവസത്തെ സപ്പോർട്ട് ലെവലിൽ പോകുന്നു. അതിനുശേഷം പ്രൈസ് അവിടുന്ന് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഏരിയയിലാണ്
ക്ലോസിങ് തന്നത് ഇതിൻ്റെ. അതിനുശേഷം എന്താണ്, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നു. ഗ്രീൻ ക്യാൻഡിൽ എങ്ങനത്തെയാണ്, ഒരു ബുള്ളിഷ് എൻഗൾഫിങ് പാറ്റേൺ ക്യാൻഡിലാണ് ഇവിടെ ഫോം ആവുന്നത്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോമായി, അതെവിടെയാണ്, ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് വന്നത്. അത് കഴിഞ്ഞൊരു ബുള്ളിഷ് എൻഗൾഫിങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇതിൻ്റെ ഓപ്പണ്, ക്ലോസിങ്, ഹൈ എല്ലാം നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇതുപോലൊരു സപ്പോർട്ട് ഏരിയയിൽ ബുള്ളിഷ് എൻഗൾഫിങ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനയാണ്. ഓക്കെ. അതിനുശേഷം എന്താണ്, അതുപോലെ തന്നെ എന്താണ് സംഭവിച്ചത്, ഈ ബുള്ളിഷ് എൻഗൾഫിങ് പാറ്റേൺ കണ്ടതിന് ശേഷം എന്താ, നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സ്, നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സ് ലാർജ് ക്വാണ്ടിറ്റി കാൾ സൈഡിലോട്ട് ബൈ ചെയ്യാൻ ബുക്ക് ചെയ്യുന്നു. ഈ ബുള്ളിഷ് എൻഗൾഫിങ് പാറ്റേൺ ഉണ്ടല്ലോ, ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ആവുന്നു ഇല്ല, ഇതിൻ്റെ ലോ ബ്രേക്ക് ആവുന്നു ഇല്ല. അതായത് ബ്രേക്ക് ഔട്ടും തരുന്നില്ല, ബ്രേക്ക് ഡൗണും തരുന്നില്ല. ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ എക്സിറ്റ് ആയി പോകുമെന്ന് വിചാരിക്കും, ബ്രേക്ക് ഔട്ട് എന്നാൽ പോകുമെന്ന് വിചാരിക്കും. പക്ഷേ എന്താ സംഭവിച്ചത്, പ്രീമിയം ഡീക്ക് ഇത് 11:15 11:15 ഫോമായ ഈ ബുള്ളിഷ് എൻഗൾഫിങ് പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ട് എപ്പോഴാണ് നടന്നത്, ബ്രേക്ക് ഔട്ട് നടന്നത് 1:45. അതായത് ഇത്രയും സമയം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് സ്പെൻഡ് ചെയ്തത്. ഇവിടെ എന്താ സംഭവിച്ചത്, പ്രീമിയം ഡീക്കെ ആയി, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, റീറ്റെയിൽ ട്രേഡേഴ്സ് ലോസിൽ പോകുന്നു. ഇവിടാണ് FIDI മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം. ഓക്കെ. FIDI എന്ത് നമ്മളെ ചെയ്യുന്നത്, നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് ആദ്യം ഔട്ടാക്കുകയാണ് FIDI ചെയ്യുന്നത്. മാർക്കറ്റിൽ നിന്ന് FIDI നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ പുറത്താക്കുന്നു. അതിനുശേഷം എന്താണ്, FIDIയുടെ എൻട്രി എവിടെ, FIDI എൻട്രി എവിടെ എടുക്കണേ, എൻട്രി എടുത്തത് വേണ്ടേ, FIDIയുടെ എൻട്രി കണ്ടില്ലേ, ഒന്ന് 45 കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ലൈൻ അതായത് ബുള്ളിഷ് എൻഗൾഫിൻ്റെ ഹൈ ബ്രേക്കാക്കി. ഓക്കെ. അതിനുശേഷം ഉണ്ടായ മൂവ്മെൻറ്റ് കണ്ടോ, ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ആക്കുക ഒരു സെക്കൻഡ്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ബുള്ളിഷ് എൻഗൾഫിങ്ങിൻ്റെ ഹൈ. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ആയിരുന്നു 1:45 FIയുടെ എൻട്രി ആയിരുന്നു. അതിൻ്റെ ഹൈ ബ്രേക്ക് ആയിരുന്നു. സെക്കൻഡുകൾക്കകമാണ് ഈ ഒരു വലിയ മൂവ്മെൻറ്റ് ഉണ്ടായത്. നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് എന്താണ്, ഈ ഒരു മൂവ്മെൻറ്റ് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്താ, അവർ മെൻ്റലി അവർക്ക് ഇത് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി അവർ ലോസിലാണ്, പിന്നെ ഇത് ക്യാപ്ചർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അന്നത്തെ ദിവസം നിഫ്റ്റി എത്ര, 400 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റാണ് തന്നത്. 400 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഞാനും പേഴ്സണലി എന്ന് വെച്ചാൽ ആരും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും അപ്പ് സൈഡിലോട്ട്, ഒരു 200-250 പോയിൻറ്റ്.
മാക്സിമം. പക്ഷെ 400 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റാണ് അന്ന് മാർക്കറ്റിൽ, അതായത് നിഫ്റ്റിയിൽ എക്സ്പയരീഡ് എന്ന് ഉണ്ടായത്. ഇത് പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണോ, മാർക്കറ്റിൽ ഇതുപോലുള്ള മൂവ്മെൻറ്റും ഉണ്ടാകും. അന്നത്തെ ദിവസം 2 രൂപയുടെ പ്രീമിയം 225 മുകളിലാണ് ഇതിൻ്റെ ഹൈ പോയത്. അതായത് ഈ മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കാതെ, ഈ മൂവ്മെൻറ്റ് കണ്ടോ, ഇത്ര വലിയൊരു ബിഗ് മൂവ്മെൻ്റാണ് അന്നത്തെ ദിവസം ഉണ്ടായത്. കണ്ടില്ല, താഴെ നിന്ന് ഇവിടെ വരെ 400 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്. 2 രൂപയുടെ പ്രീമിയം പോയി 225. നിങ്ങൾ 2 രൂപയ്ക്ക് 10,000 ക്വാണ്ടിറ്റി ബൈ ചെയ്യുന്ന ഇരിക്കുക, എത്ര രൂപയാവും? പൈസ എത്ര ആവും? 20K. ഹൈ എത്ര? 225 പോയി. ഹൈ 225 പോയി. അപ്പോൾ എത്ര? നിങ്ങൾക്ക് ഏകദേശം 20,000 രൂപയിൽ നിന്ന് 22 lakh, 20,000-ഉം 22 ലക്ഷവും തമ്മിലുള്ള വ്യത്യാസം നമുക്കിപ്പോൾ മനസ്സിലായോ? ഇതാണ് പറഞ്ഞ മാർക്കറ്റിൽ ഇതുപോലുള്ള മൂവ്മെൻറ്റും ഉണ്ടാകും. ഇത് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്നല്ല. ഇപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് മനസ്സിലൊരു ചോദ്യം കാണും, ഇതെങ്ങനെ, ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ ക്യാപ്ചർ ചെയ്യാമെന്നാണ് ഞാൻ ഇനി പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ നിഫ്റ്റി 50യുടെ ചാർട്ട് നോക്കണം. നിഫ്റ്റി 50യുടെ ചാർട്ടിൽ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഫോം ആയിട്ടുണ്ടോ? ഇതിനകത്ത് എന്താണ് ഒരു സെറ്റപ്പ് ഫോം ആയെന്ന് വെച്ചാൽ, ഇതിനകത്ത് സെറ്റപ്പ് ഫോം ആയെന്ന് വെച്ചാൽ ഈ കാണുന്ന ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് വേറെ കൺഫർമേഷൻ? കഴിഞ്ഞ ദിവസത്തെ ഹൈ ബ്രേക്കൗട്ട്, കഴിഞ്ഞ ദിവസത്തെ ഹൈ ബ്രേക്കൗട്ട്. ഫസ്റ്റ് നിഫ്റ്റി 50യുടെ ചാർട്ടിൽ നിങ്ങൾക്കൊരു സെറ്റപ്പ് നിങ്ങൾ അനലൈസ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ പ്രീമിയത്തിൻ്റെ ചാർട്ട് നോക്കണം. ഞാൻ പേഴ്സണലി വളരെ വ്യക്തമായിട്ട് എങ്ങനെ ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. കണ്ടോ, ഇത് നിഫ്റ്റി 50 25,200-ൻ്റെ കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ്. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണേ. കണ്ടോ, 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എന്താ, മാർക്കറ്റ് ഡൗൺ ആയിട്ട് വന്നിട്ട് താഴെ വന്നിട്ട് നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോം ആവുന്നു. ഓക്കെ, അതിന് മുന്നേ നിങ്ങളിപ്പം നിഫ്റ്റി 50യുടെ ചാർട്ട് അനലൈസ് ചെയ്തു, അതിലെന്തെങ്കിലും ഒരു സെറ്റപ്പ് കിട്ടി. അതിനുശേഷം നിങ്ങൾ പ്രീമിയം ചാർട്ട് നോക്കി, ഒന്നുകിൽ അതിലൊരു ഹാമർ ക്യാൻഡിൽ, അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ്, അല്ലെങ്കിൽ ഒരു മോർണിംഗ് സ്റ്റാർ, ഇതെന്തെങ്കിലും ഫോം ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് ഫോം ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈയിൽ നമ്മൾക്ക് ഹൈയുടെ കുറച്ച് മുകളിലായിട്ട് നമ്മൾ പ്രൈസ് നോക്കിയിട്ട് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് ലയിക്കുന്നത്. അതായത് ഇപ്പം ഇതിൻ്റെ ഒരു ഹൈ ഉണ്ടല്ലേ 5 രൂപയ്ക്ക് അടുപ്പിച്ച്, ഇതിപ്പോൾ നമുക്ക് എത്ര എണ്ണം ബൈ ചെയ്യേണ്ടത്? 6 രൂപ. 6 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഫിക്സ് ആക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് 6 രൂപയിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എന്നാൽ 25,200-ൻ്റെ കോൾ ഓപ്ഷനിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ. അതുപോലെ തന്നെ ഇത് 15 മിനിറ്റ് ടൈം ഫ്രെയിം. 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എന്താ, 25,200-ൻ്റെ കോൾ ഓപ്ഷനിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ. ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കണ്ടല്ലേ. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ നമുക്കൊരു എൻട്രി എടുക്കാം. ഇതിൻ്റെ എൻട്രി എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം.
ഈ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡലിൻ്റെ ഹൈ ഹൈയുടെ തൊട്ട് മുകളിലായിട്ട് ഇപ്പോൾ ഇത് 5 രൂപയിലാന്നിരിക്കട്ടെ, നമ്മൾ 6 രൂപയ്ക്ക് നമ്മൾ SL ഓർഡർ, സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് 6 രൂപയിൽ എത്തിയാൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണ്? അതിനുശേഷം സംഭവിക്കുന്നത് കണ്ടില്ലേ, ഇതിലൊരു 47 വരെ പോയി. ഇത് ഒറിജിനൽ 47 വരെ അല്ല പോയത്, ഇത് മൂവ്മെൻറ്റ് തന്നപ്പോൾ ഞാനെടുത്ത സ്ക്രീൻഷോട്ടാണ്. ഓക്കെ, ഇത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 2 രൂപയിലായിരുന്നത് 225 മുകളിൽ പോയതാണ് ഇതിൻ്റെ പ്രൈസ്. ഓക്കെ, നമ്മളിവിടെ എൻട്രി എടുക്കുന്നത് ഈ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡലിൻ്റെ മുകളിലായിട്ടാണ് എടുക്കേണ്ടുന്നത്. ഇത് ബ്രേക്ക് ആകുമ്പോൾ ഓൾറെഡി എക്സിക്യൂട്ട് ആവും, നമ്മുടെ ഓർഡർ ഫിക്സ് ആവുന്നതാണ്. പറഞ്ഞു അതിൻ്റെ സാരം എന്താണ്? മൊത്തത്തിൽ മാർക്കറ്റിൽ ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടും. ഈ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കണം. അതായത് മാർക്കറ്റിൽ നിന്ന് നമ്മളെ FIDI മെൻ്റലി നമ്മളെ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുകയാണ് ചെയ്യുന്നത്. ഔട്ടായതിനു ശേഷമാണ് അവരുടെ എൻട്രി. നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു അതേ രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യണം. അതായത് നിങ്ങൾ ആ സൈഡ് വേസിൽ രാവിലെ മുതൽ ആ മാർക്കറ്റ് 9:15 മുതൽ 1:45 വരെ മാർക്കറ്റ് ഒരു റേഞ്ചിലായിരുന്നു. അതിൽ എൻട്രി എടുത്തെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ലോസ്. പക്ഷേ FIDI എവിടെ എൻട്രി എടുത്തത്? 1:45 ശേഷം. നമ്മൾ ആ ട്രേഡ് പിടിച്ചിരുന്നെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 രൂപ ക്യാപിറ്റൽ മുടക്കിയിരുന്നെങ്കിൽ ഈ ഒരു ട്രേഡിൽ, അതായത് 25,200 കാൾ ഓപ്ഷനിൽ നമ്മളൊരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ കുറഞ്ഞത് നിങ്ങൾക്കൊരു 8 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ കൺഫേം പറ്റും. നിങ്ങൾക്ക് ഇനി മനസ്സിൽ ഒരു കാര്യം കാണും. എന്താ? ഈ ട്രേഡ് നമ്മൾ എപ്പോൾ എക്സിറ്റ് ആവണം എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കണം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോവുകയാണേ. അതിനുശേഷം ഇങ്ങനെ 5 മിനിറ്റ് ക്യാൻഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. 5 മിനിറ്റ് ക്യാൻഡിൽ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നെക്സ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഈ അപ്സൈഡിലെ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ താഴെ ക്ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങളവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടോണം, ഫിക്സ് ആയിക്കണം. ഓക്കെ, ഇതാണ് പ്രൈസ് ആക്ഷൻ. പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യണം. പ്രൈസ് ആക്ഷൻ എപ്പം ബ്രേക്ക് ആവുന്നു? പ്രൈസ് ആക്ഷൻ ബ്രേക്ക് ആകുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ FIDI എങ്ങനെ വർക്ക് ചെയ്യും ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്ത് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ. സൈഡ് വേസ് മാർക്കറ്റിൽ വർക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇന്ന് ഈ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്? രാവിലെ മുതൽ 1:45 വരെ സൈഡ് വേസ് ആയിരുന്നു. അതിനുശേഷമാണ് മൂവ്മെൻറ്റ് ഉണ്ടായത്. ചിലർക്കൊരു വിചാരമുണ്ട്, നിങ്ങളെക്കൊള്ള ചിലരുണ്ട്, മാർക്കറ്റ് ഓപ്പൺ ആകുന്ന 9:15 തന്നെ എൻട്രി എടുക്കും, അതിനുശേഷം ലോസിലാവും. ലോസിലായി കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം 12 മണിക്ക് ശേഷം സെക്കൻഡ് ഹാഫിൽ ഒരു മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുക. ലോസിലായിരിക്കും, ഫുള്ള് ലോസിലായി പോകും. എന്താ സംഭവിക്കുന്നത്? ക്യാപിറ്റൽ വൈപ്പ് ഔട്ട്. ക്യാപിറ്റലേ ഇല്ല. നിങ്ങൾക്ക് എന്താ ഉള്ളൊരു ശീലം എന്താണ്? നിങ്ങൾക്കുള്ള ശീലം എന്താണ്? ഫണ്ട് ആഡ് ചെയ്യുന്ന ശീലമാണ്. ഫണ്ട് വിഡ്രോ ചെയ്യുന്ന ശീലം നിങ്ങൾക്കില്ല. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളായിരുന്നു. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ജയ് ഹിന്ദ്.